ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും സൂപ്പർ ക്ലീൻ ഷൈനി ആയിട്ടുള്ള കിച്ചൺ സിങ്കുകൾ. അത് ഒരു ചോദ്യമായിട്ട് വന്നതാണ്. അന്ന് ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ കിച്ചൺ സിങ്കിന് ഇത്രയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇത്രയൊക്കെ പറയത്തക്ക രീതിയിലുണ്ടോ, ഒരു യൂട്യൂബിൽ ഒരു കണ്ടന്റ് ആയിട്ടൊക്കെ തരത്തക്ക രീതിയിലുണ്ടോ? ഉണ്ട്. കിച്ചൺ സിങ്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ക്ലീൻ ആയിട്ടിരിക്കേണ്ട ഒരു കാര്യം എന്നാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് മോസ്റ്റ് വൾണറബിൾ ഏരിയ ആണത്. നമ്മൾ പല സാധനങ്ങളാണ് അതിലിടുന്നത്. നമ്മുടെ വേസ്റ്റിൻ്റെ കംപ്ലീറ്റ് മാക്സിമം 90% കഴിച്ചത്, ബാക്കി വന്നത്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് കഴുകാനും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ കിച്ചൺ സിങ്ക് എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് പേരുടെ ടെൻഷൻ അതിന്ന് വല്ലാതെ ഉളുമ്പ് മണം വന്നുകൊണ്ടിരിക്കുന്നു. എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല, ഒരു വൃത്തിയും തോന്നിക്കണില്ല. അങ്ങനെയുള്ള പല 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 കാര്യങ്ങളാണ് എല്ലാവരുടെ മുമ്പിലും ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഒരു ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടാവില്ല, എന്നാലും മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ കിച്ചൺ സിങ്ക്. എന്താണിത് കർമ്മം തന്നെ, ഏത് സമയത്ത് നോക്കിയാലും വൃത്തിയില്ലാത്ത പോലെ എന്ന് തോന്നിക്കുന്ന ഒരു കാര്യം. ഈ കിച്ചൺ സിങ്കിനെ കുറിച്ച് അപ്പം മോഹൻലാൽ പറയുന്ന മാതിരി പാട്ട് പഠിക്കണം എന്ന മോഹവുമായി എന്ന് പറഞ്ഞ മാതിരി ഈ കിച്ചൺ സിങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഈ സ്വന്തമായിട്ടുള്ള വീട് വാങ്ങിയപ്പോഴാണ്. ഈ വില്ല വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ കിച്ചണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്താണ് സിങ്കിലും ഇത്രയും അധികം കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അതല്ലാത്ത പക്ഷം നമ്മൾ റെന്റഡ് ആയിട്ടിരിക്കുന്ന വീടുകളിൽ നമ്മളിത് ശ്രദ്ധിക്കാറില്ല. നമ്മളത് വൃത്തിയാക്കി വെക്കാനേ നോക്കുള്ളൂ എന്നല്ലാതെ എന്തൊക്കെ തരം കിച്ചൺ സിങ്കുകളുണ്ട്, അതിൽ ഏതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഇതൊന്നും തന്നെ നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ വെറൈറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് ആ കിച്ചൺ സിങ്കിന്റെ പേരുകൾ, അതിന് ഓരോന്നിനും ഓരോ യൂസ് ഉണ്ട്, നമുക്ക് എന്താണ് റെന്റഡ് ഹൗസിൽ അവിടെ ഇട്ടിരിക്കുന്നത് എന്നൊന്നും തന്നെ നമ്മൾ ആരും തന്നെ നോക്കുന്നില്ല. സോ ഇന്ന് നമ്മൾ സിങ്കുകളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നതും ഞാൻ അറിഞ്ഞിട്ടുള്ള ഈ ഒരു വീടിന്റെ സമയത്ത്, കൺസ്ട്രക്ഷന്റെ സമയത്ത്, ഈ ഒരു റിനോവേഷന്റെ സമയത്ത് ഞങ്ങൾ എന്തൊക്കെയാണ് സിങ്കിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അവിടുന്ന് മനസ്സിലായത്, ഞാൻ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്, അതെല്ലാമാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി കിച്ചൺ സിങ്കുകൾ പൊതുവെ 10 രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, 10 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കിച്ചൺ സിങ്കുകളാണ് ഉള്ളത്. എഴുതി വെച്ചിരിക്കുകയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ആ പേരുകളൊക്കെ അന്ന് ഞാൻ നമ്മുടെ ഇതിന്റെ ചെലവും കണക്കും എല്ലാ കാര്യങ്ങളും പൈസ കൊടുക്കലും കൂലി കൊടുക്കലും എല്ലാമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഞാൻ ഓരോ ലൈറ്റ് വാങ്ങിക്കുമ്പോഴും ഓരോന്നിനും പോയിട്ട് കടറ പേരും എത്ര ബില്ലായി അവരുടെ ബില്ലടിച്ചു വെക്കലും ഒക്കെ ഉണ്ട്. അതിൽ സിങ്കിന്റെ കാര്യത്തിൽ പോയ സമയത്ത് ഉള്ളതിനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ടോപ്പ് മൗണ്ടഡ് സിങ്ക്. അതായത് ടോപ്പ് മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴി അധികം ഇല്ലാണ്ട് നമ്മൾ കാണും ചില ഭാഗങ്ങളിൽ കുറച്ചിങ്ങനെ പരന്നും കൊണ്ട് മുകളിലേക്കായിട്ടുള്ള സിങ്ക് ഉണ്ടാവും. ദാറ്റ് ഇസ് ടോപ്പ് മൗണ്ടഡ്. അണ്ടർ മൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ടും വലിയ വലിയ കിച്ചണുകളിൽ, അതേമാതിരി തന്നെ ഷെഫുകൾ ഹോട്ടലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അണ്ടർ മൗണ്ടഡ് ആയിരിക്കും, കുഴി കൂടുതലായിരിക്കും അതില്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡബിൾ ബേസിൻ. അതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് ഡബിൾ ബേസിൻ, 2 ബേസിൻ ഉള്ള പോലെയുള്ള സിങ്ക്. രണ്ടാമത്തത് സിംഗിൾ ബേസിൻ. ചില വീട്ടിൽ വളരെ സ്പേസ് കമ്മിയായിരിക്കും, അവിടെ സിംഗിൾ ബേസിൻ സിങ്കേ ഉണ്ടാവുള്ളൂ. അടുത്തത് ഇന്റഗ്രേറ്റഡ് സിങ്ക്. ഇന്റഗ്രേറ്റഡ് സിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ പൊക്കം മുകളിലേക്ക് ഉണ്ടാവും. ഒരു സിംഗിൾ പീസ് ആയിരിക്കും, ഒരു ചെറിയ പൊക്കം ഇങ്ങനെ മുകളിലേക്ക് വന്ന പോലെ ഉണ്ടാവും. നിങ്ങൾ ഇനി ഈ ഒരു സിങ്കിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഒന്ന് പോയിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും പല രീതിയിലുമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് ഫാം ഹൗസ് സിങ്ക്. ഫാം ഹൗസ് സിങ്കും ഇതേമാതിരി തന്നെ ഒരുപാട് ഇട്ട് കഴുകാത്തക്ക രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സിൽ പോലെയുള്ള സ്ഥലങ്ങളിലെ ഫാം ഹൗസ് സിങ്ക് വെക്കാറുള്ളൂ. കൂടുതലും കുഴി കൂടുതലാണ്. പിന്നെ ആ എലിവേഷനിലാണ് കുറച്ച് വ്യത്യാസം വരുന്നത്. പിന്നെ ഡ്രെയിൻ ബോർഡ് സിങ്ക്. ഡ്രെയിൻ ബോർഡ് സിങ്കും ഒരുപാട് വീടുകളിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ബിക്കോസ് എന്തെങ്കിലും ഒരു സാധനം ഡ്രെയിൻ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഡ്രെയിൻ ബോർഡ് സിങ്ക് ആയിട്ടുള്ള രീതിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഡബിൾ ബേസിൻ ഡ്രെയിൻ ബോർഡ് ആണ്
എൻ്റെ സിങ്ക്, അതായത് ഡ്രെയിൻ ചെയ്ത് വരുന്ന ഒരു സംഭവവും ഡബിൾ ബേസിനുമാണ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നുള്ളത് ലോ ഡിവൈഡർ ഡബിൾ, അതായത് ലോ ഡിവൈഡർ ഡബിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ സിങ്ക് ഉണ്ടാവും, പക്ഷെ അതിന്റെ ഇടയിലുള്ള ഡിവിഷൻ വന്നിട്ട് അത്രയ്ക്ക് ഒരുപാട് ഉണ്ടാവില്ല, ഒരുപാട് നീളം ഉണ്ടാവില്ല, അത് കുഞ്ഞിതായിരിക്കും. എന്നാലും 2 ഡിവൈഡർ ആയിട്ടുള്ള 2 ബേസിൻ ഉണ്ടാവും. അടുത്തത് പ്രെപ് സിങ്ക്. പ്രെപ് സിങ്ക് എന്ന് പറയുന്നത് പൊതുവെ ഹോസ്പിറ്റൽസിലാണ് യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഈ സർജറി നടക്കുന്ന സമയത്തൊക്കെ ഡോക്ടേഴ്സ് ഇങ്ങനെ കൈയൊക്കെ കഴുകുന്ന കണ്ടിട്ടില്ലേ, ഇല്ലെങ്കിൽ എന്താ പറയാ, ബാക്കിയുള്ള സംഭവങ്ങൾ ക്ലീൻ ചെയ്യത്തക്ക രീതിയിലുള്ള പ്രിപ്പറേഷൻ സിങ്ക് ആണ് പ്രെപ് സിങ്ക് എന്ന് പറയുന്നത്. അത് പൊതുവെ കിച്ചണിലൊന്നും കാണാറില്ല. പിന്നുള്ളത് കോർണർ സിങ്ക്. കോർണർ സിങ്കും ഒരുപാട് സ്ഥലങ്ങളിൽ കാണാറുണ്ട്. സ്ഥലപരിമിതികൾ ഉള്ള ഒരുപാട് കിച്ചണുകളിൽ കോർണർ ആയിട്ടാണ് സിങ്ക് പിടിപ്പിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് 10 തരം സിങ്കുകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനത്തെ സിങ്ക് ആണ് വേണ്ടത് എന്നുള്ളത് കിച്ചണിനനുസരിച്ചിട്ട്, വീട് കെട്ടുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിച്ചണിനനുസരിച്ചിട്ട് ഒരു സിങ്ക് വെക്കാൻ ആദ്യം തന്നെ പഠിക്കുക. പിന്നെ ഈ സിങ്കിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുള്ളത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവാത്ത പോലെ തോന്നിക്കുന്നത് എന്നുള്ളത് കാരണം അതിന്റെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ്. അല്ലാണ്ട് നിങ്ങൾ വൃത്തിയാക്കാതെ ഇരുന്നിട്ടല്ല. ആക്കിയാലും അതിന് അത്രയേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു രീതിയുണ്ട്. എന്തുകൊണ്ട് അത് വരുന്നു? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന്, മാറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവുക. മാറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര നിങ്ങളിട്ട് കഴുകിയാലും അത് ആ ഒരു വൃത്തിയില്ലാത്ത പോലെ തന്നെ ഉള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അത് വെയർ ആൻഡ് ടയറിനനുസരിച്ചിട്ട് ഈ റെന്റഡ് ഹൗസുകളിലും മിക്കവാറും ആൾക്കാർ ഒരുപാട് പെട്ടെന്ന് വെക്കുന്ന ഒരു കാര്യമാണ് മാറ്റ് ഫിനിഷ് ഉള്ള സിങ്കുകൾ. പിന്നുള്ളത് ഗ്ലോസി സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നതാണ്. ഗ്ലോസി സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് വളരെയധികം ഷൈനി ആയിരിക്കും. ഞാൻ എടുത്തിരിക്കുന്നത് ഗ്ലോസി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അപ്പൊ ഗ്ലോസി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് വെട്ടിത്തിളങ്ങുന്ന പോലെയുള്ള ഫീലിംഗ് ആയിരിക്കും. അപ്പൊ വെക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ഗ്ലോസി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് കേട്ടോളൂ. അടുത്തത് വരാൻ പോകുന്നത് മാർബിൾ ഗ്രാനൈറ്റ് ആണ്. ഒരുപാട് പേര് ഇങ്ങനത്തെ ഉള്ള വേഷക്കെട്ടേ വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാർബിളും ഗ്രാനൈറ്റും ഫുൾ സിങ്കിൽ വെക്കുന്നവരുണ്ട്. അപ്പൊ മാർബിളും ഗ്രാനൈറ്റും വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പല കളേഴ്സിലാണ് അവർ വെക്കുന്നത്. ചിലവരെ കടപ്പ സ്റ്റോൺ ഇട്ട് കണ്ടിട്ടുണ്ട്, ബ്ലാക്ക് കളർ കടപ്പ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്, വൃത്തികേട് അറിയാതിരിക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ മാർബിളും ഗ്രാനൈറ്റും കടപ്പ സ്റ്റോണൊക്കെ ഇടുന്ന സിങ്കുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ബിക്കോസ് അതിന്റെ ഓരോ ചാനലിൽ പോയിട്ടും അഴുക്കുകൾ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്തത് വരാൻ പോകുന്നത് ഫൈബർ ആണ്. അപ്പൊ ഫൈബറിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാല്, എണ്ണമയാണെങ്കിലും ശരി, വെള്ളമാണെങ്കിലും ശരി, അങ്ങനെ ഒട്ടാത്ത പോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പെട്ടെന്ന് കഴുകി കഴിഞ്ഞിട്ട് തുടച്ചു വെച്ചാലും നല്ല വൃത്തി തോന്നിക്കുന്നതാണ് ഫൈബർ സിങ്കുകൾ. പിന്നെ വരുന്നത് ഗ്ലാസ് സിങ്ക് ആണ്. ഗ്ലാസ് സിങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഗ്ലാസ് ആയിട്ടുള്ള രീതിയിൽ അല്ല വരുന്നത്. നമ്മൾ ഈ വാഷ് ബേസിനിൽ വരുന്ന ഗ്ലാസ് അല്ല വരുന്നത്. ഗ്ലാസ് സിങ്ക് എന്ന് പറയുന്നത് ഉള്ളിൽ നമ്മുടെ സ്റ്റീൽ ആണെങ്കിലും മുകളിൽ അങ്ങനെ ഗ്ലാസ് വന്ന് കവറാവും. ചിലവർക്ക് സിങ്ക് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. അപ്പൊ ചില കാര്യങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അടിയിൽ ഇങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിലും ഈ 2 ഗ്ലാസ് ഇങ്ങനെ വന്ന് കവർ ചെയ്തിട്ട് മുകളിൽ നിന്ന് പൈപ്പ് വരുന്ന മാത്രമേ കാണുള്ളൂ. ചില വീടുകളിൽ, വലിയ വലിയ ആൾക്കാരുടെ വീട്ടിലൊക്കെ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇങ്ങനത്തെയൊക്കെ ആയിരിക്കും. വളരെ അൾട്രാ മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള കിച്ചണൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ വീട്ടിലൊക്കെ കണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, സിങ്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊന്നും കാണില്ല. നമ്മളുടെ അടുക്കള പോലെയൊന്നും അല്ലല്ലോ അവരുടെ അടുക്കള. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഈ ഒരു സിങ്കിന്റെ മുകളിൽ കൂടെ ഗ്ലാസ് വന്നിട്ട് അത് അങ്ങനെ കവർ ചെയ്യും. അപ്പൊ ഇതാണ് പലതരം സിങ്കിലും നമ്മൾക്ക് 10 ഡിവിഷൻ സിങ്ക് ഉണ്ടെങ്കിലും അതിനെ ഏത് മെറ്റീരിയലിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾക്ക് ആദ്യം അറിയേണ്ടത്. ഇപ്പൊ ഈ ഇതിൽ തന്നെ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഡബിൾ ഡിവിഷൻ ഉള്ള, ഡബിൾ ബേസിൻ ഉള്ള, ഗ്ലോസി ഫിനിഷ് ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് എടുത്തിരിക്കുന്നത്. സോ ഏത് വിഭാഗം സിങ്ക് വേണമെന്നും ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേണം എന്നും ഉള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് സിങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇൻട്രോ കൊടുക്കാനുള്ള കാരണം. ഇത്രയും കാരണം ഉണ്ട്. ഇനി
ഏതൊക്കെ രീതിയിൽ നമുക്ക് സിങ്കുകൾ വൃത്തിയാക്കാൻ പറ്റും. ഇപ്പോൾ ഗ്ലോസി ആയിട്ടുള്ള പൊതുവെ ജനറൽ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഗ്ലോസി സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ള രീതിയിലുള്ള സിങ്കുകൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാണിക്കുന്ന മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല മാറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നേരെ മറിച്ച് മാർബിൾ, ഗ്രാനൈറ്റ് ഇല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് ഇതൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ആമസോണിൽ ഫൈബർ ഗ്ലാസ് ക്ലീനിങ് എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്. അതേമാതിരി തന്നെ മാർബിൾ ആണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലോർ ക്ലീനിങ് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെ കെമിക്കൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബിക്കോസ് അത് കല്ലായതുകൊണ്ട് നിങ്ങൾക്ക് ആ ഇടയിലത്തെ സംഭവമൊക്കെ ബ്രഷ് ഇട്ട് നന്നായിട്ട് തേച്ചിട്ട് നിങ്ങൾക്ക് കെമിക്കൽ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങളുടെ സിങ്കിനെ വൃത്തിയാക്കാം. പക്ഷെ എന്നും നമ്മുടെ സിങ്ക് വളരെ ക്ലീൻ ആയിട്ട് നല്ല മണത്തോട് കൂടിയിട്ടായിരിക്കണം രാത്രി ഉണ്ടാവേണ്ടത്. രാവിലെ നിങ്ങൾ എന്തോ ചെയ്തോളും. രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും അത് കഴുകല്, പിടിക്കല്, ഇടയ്ക്കൊന്ന് വൃത്തിയാക്കല്, അത് കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കല്, അത് കഴിഞ്ഞ് വീണ്ടും പാത്രം വന്നു, പ്ലേറ്റ് വന്നു, എല്ലാം ഓക്കെ. അത് വരയ്ക്കും എല്ലാം ഓക്കെ. പക്ഷെ അതിന് ശേഷം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ആക്കി വെക്കേണ്ട മെയിൻ കാര്യം രാത്രി. ഈ ഓവർനൈറ്റ് ഈ സാധനം ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉളുമ്പ് മണങ്ങൾ എല്ലാം വരുന്നത്. അപ്പോൾ ആ വെക്കേണ്ട സിങ്കില് നമ്മൾ രാത്രി നേരത്ത് നമ്മുടെ സിങ്ക് എത്ര ഡ്രൈ ആക്കി വെക്കുന്നുവോ അത്രയും നീറ്റായിരിക്കും അടുക്കളയുടെ മണം. ചില വീട്ടില് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്, അവരുടെ വിഷമവും അതാണ്. നമ്മളെയൊക്കെ കണ്ടു കഴിയുന്ന സമയത്ത് ഒരു കിച്ചൺ ടിപ്പ് എന്നുള്ള നിലയിലൊക്കെ എത്ര പേരാ നമ്മളോട് ചോദിക്കണമെന്നറിയോ, വെഞ്ചേച്ചി എത്ര വൃത്തിയാക്കി വെച്ചാലും രാവിലെ എണീച്ച് വരുന്ന സമയത്ത് അടുക്കള ഒരു വല്ലാത്ത മണാണ് വെഞ്ചേച്ചി. അതൊരു വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. അതിന്റെ മെയിൻ കാരണം എന്താ? നിങ്ങളുടെ സിങ്ക് ക്ലീൻ അല്ല. സിങ്കിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന മണങ്ങളാണ് ഈ ഒരു വ്യത്യാസമായിട്ടുള്ള വൃത്തികെട്ട മണം പോലെ നമുക്ക് ഈ ഒരു അടുക്കളയിൽ തോന്നിക്കുന്നത്. എത്രത്തോളം അത് വൃത്തിയായിട്ടുണ്ടോ ബാക്കി എല്ലാം തന്നെ വഴികെ ശരിയാവും. ഇനി ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് കാണാം. ഓക്കെ, വരും. എല്ലാ ദിവസവും രാത്രി കിച്ചൻ്റെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കംപ്ലീറ്റ് പാത്രങ്ങളും ഞാൻ ഡിഷ് വാഷിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഡിഷ് വാഷിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം ഉള്ള പാത്രങ്ങൾ മുഴുവൻ കഴുകി ഉണക്കി അവിടെ ഓപ്പോസിറ്റായിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് സിങ്ക് നിങ്ങൾ കാണുന്നത്. എല്ലാ പാത്രങ്ങളും കഴുകി, ചട്ടി, അങ്ങനെ അലുമിനിയം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം കഴുകി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ചൂട് വെള്ളത്തിൽ മാക്സിമം കഴുകാൻ നോക്കുക. നന്നായിട്ട് എല്ലാവിടെയും അതിൻ്റെ ഉള്ളിലത്തെ കച്ചറകളും എല്ലാം തന്നെ ക്ലീൻ ആക്കി വെക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് അൾട്രാ ഫാസ്റ്റ് ജിഫിൻ്റെ അൾട്രാ ഫാസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സിങ്കിൻ്റെ മെറ്റീരിയലിനനുസരിച്ചിട്ട് ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് നിങ്ങൾക്ക് മാറ്റാം. ഈ സ്പ്രേ നിങ്ങൾക്ക് മാറ്റാം. ഇതുപോലെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് ഒരു മെറ്റൽ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ഭാഗത്തേക്കും, നമ്മൾ പാത്രം മോർണ മാതിരി അസലായിട്ട് പാത്രം എങ്ങനെ കഴുകുക അതുപോലെ തന്നെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ വൃത്തിയാക്കുക. എന്നിട്ട് ഇതിനു വേണ്ടി മാത്രം വെക്കുക, ഒരു ക്ലോത്ത് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ആ തുണി ഉപയോഗിച്ചും കൊണ്ട് തന്നെ നിങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ, ഈ തേച്ചിട്ടുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ സിങ്കിൻ്റെ ചുറ്റും കൈകൊണ്ട് ഈ തുണി യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തു നിന്നും വൃത്തിയാക്കി എടുക്കുക. ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് അഴുക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് വന്ന് ഉള്ളിലേക്ക് പോയിക്കോളും. അതുകൊണ്ട് ആ ഒരു മുഴുക്കോ അഴുക്കോ ഒന്നും ഉണ്ടാവില്ല. ഇനി കൈയോടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പൈപ്പിനെയും വൃത്തിയാക്കാൻ ശ്രമിക്കുക. ഓരോ പ്രാവശ്യവും പല രീതിയിലും പല കൈ കൊണ്ടാണ് നമ്മൾ തൊടുന്നത്. അതുകൊണ്ട് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ പൈപ്പും ഇപ്പോൾ ഇത് വന്നിട്ട് ആ ഡ്രെയിനിങ് കറക്റ്റായിട്ട് പോകുന്ന ഏരിയയാണ്. അപ്പോൾ അതും എല്ലാം തന്നെ നീറ്റാക്കിയിട്ട് ഈ ഒരു ക്ലോത്ത് കൊണ്ട് നമ്മൾ ചെയ്യുക. ഇനി വരണത് ആ ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലേഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റൂം ഫ്രഷ്നേഴ്സ് ആണ്. അതിൻ്റെ മൈൽഡ് റോസ് എന്ന് പറയുന്നതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കിച്ചണിൽ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് കിച്ചണിൻ്റെ ആ സിങ്കിൻ്റെ അവിടെയും എല്ലാം ഉള്ളിലും എല്ലാം തന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് തുണി കൊണ്ട് ഒന്ന് നന്നായിട്ട് തുടച്ചു വിടുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഉളുമ്പ് മണം ഉണ്ടാവില്ല. ഉള്ളിൽ നിന്ന് വരുന്ന ആ വൃത്തികെട്ട മണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. കിച്ചൺ വളരെ ഫ്രഷ് ആയിരിക്കും, ക്ലീൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലോത്ത് തന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ആ ഒരു അടിച്ച സ്പ്രേനെയും നമ്മൾ നന്നായിട്ട് അത്
ആക്കാൻ നോക്കുക, തുടയ്ക്കാൻ നോക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് കൊണ്ട്, ഞാനിവിടെ യൂസ് ചെയ്യുന്നത് തോർത്താണ്, പഴയ തോർത്താണ്. ആ തോർത്ത് യൂസ് ചെയ്തിട്ട് നല്ല പോലെ ഡ്രൈ ആക്കുക. ഒരു പൊട്ട് വെള്ളം പോലും സിങ്കിൽ ചുറ്റും ഉണ്ടാവാൻ പാടില്ല, അതിൻ്റെ ഉള്ളിലുണ്ടാവാൻ പാടില്ല, ഒന്നും തന്നെ പാടില്ല. കിച്ചൺ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സിങ്ക് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കയ്യിൽ തോന്നാൻ പാടില്ല. ക്രിസ്റ്റൽ ക്ലീൻ, ഡ്രൈ ക്ലീൻ ആയിരിക്കണം. ഇതാണ് ഒരു ക്ലീൻ സിങ്കിൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇപ്പോൾ നോക്കൂ, ഞാനൊന്നിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ വളരെ ഡ്രൈ ആയിരിക്കണം. അപ്പോൾ ഇതുപോലെയാണ് എല്ലാ ദിവസവും. ഇപ്പോൾ കണ്ടോ, സമയം 8:33. എൻ്റെ വീടിൻ്റെ കിച്ചൺ എല്ലാം ക്ലീനാണ്. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള സിങ്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ സിങ്കിൻ്റെ മെറ്റീരിയൽ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ക്ലീനിങ് മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ ഇതാണ് കിച്ചൺ സിങ്ക് ക്ലീനിങ് മെത്തേഡ് എന്ന് ഞാൻ ചെയ്യുന്ന ഒരു റുട്ടീൻ. ഈ ഒരു വീഡിയോ നിർത്തുന്നതിന് മുമ്പായിട്ട് വീണ്ടും വന്നതിൻ്റെ കാരണം, എൻ്റെ വിനീസ് കിച്ചൺ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വളരെ അധികം ഹാപ്പി വിഷു ആശംസിക്കുകയാണ്. ഈ കൊല്ലം ഞങ്ങൾക്ക് വിഷു ഇല്ല, അറിയാലോ. കണ്ണേട്ടൻ്റെ വല്യമാമൻ മരിച്ചിട്ട് ഒരു കൊല്ലം തികഞ്ഞിട്ടില്ല. പിന്നെ ആൾക്കാർക്ക് ചോദിക്കാം, അതിന് വിനിക്ക് പെലയില്ലല്ലോ, വിനിക്ക് വെക്കാലോ എന്ന്. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. അത് ഭർത്താവിൻ്റെ വീടായാലും ശരി, അത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്, എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. എന്നെ എൻ്റെ മോളുടെ സ്ഥാനത്ത് കണ്ട, ഞാൻ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ട ഒരു വ്യക്തി തന്നെയാണ് വല്യമാമൻ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റാത്ത ഒരു വേദനയായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് കിടക്കുന്നത്. അപ്പോൾ ഈ കൊല്ലം വിനീസ് കിച്ചണിൽ ഞാൻ ഒരുപാട് പേര് പ്രതീക്ഷിക്കുന്നുണ്ടാവും. നാളെ വിഷു കഴിഞ്ഞാൽ വിനി വിഷുവിൻ്റെ പോസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ കണിയുടെ പോസ്റ്റ് ചെയ്യും എന്നൊക്കെ. അത് ഉണ്ടാവില്ല. ഡിസപ്പോയിൻറ്റ് ചെയ്തതിൽ ഒരുപാട് സോറി. എനിക്ക് ഇത് വന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് അത് മനസ്സിലാവില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കിച്ചൺ സിങ്കിൻ്റെ ഇതിൻ്റെ ഇടയിൽ വരാൻ കാരണം നാളെ വിഷു ആയതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാനത് പോസ്റ്റ് ചെയ്യുകയല്ലേ ഈ ഒരു വീഡിയോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇക്കൊല്ലം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ കാണിക്കാതിരിക്കുന്നത്. പോയ കൊല്ലം ദ്വാരകാപുരിയിൽ ഞങ്ങളുടെ ആദ്യത്തെ വിഷു എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ വിഷു കട്ട എന്ന് പറയുന്ന വിഭവം ഇട്ടിട്ടുണ്ട്, വിഷു കഞ്ഞി ഇട്ടിട്ടുണ്ട്. എല്ലാം കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാണുക. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോന്നിൻ്റെയും ലിങ്ക് ഞാൻ തരാം. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും വളരെയധികം വെരി ഹാപ്പി ന്യൂ ഇയർ, വിഷു ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സദ്യയൊക്കെ കഴിക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് കണിയൊക്കെ കാണുക. നല്ലൊരു കൊല്ലം ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം. തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. Vinny's Kitchen.